10 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് സംഘത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ശാന്തി ഭൂഷണാണ് പിടിയിലായത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മധ്യതി തൊഴിലാളികൾക്കുമാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും സംയുക്തമായി കഞ്ചാവ് കടത്ത് സംഘത്തിലെ കണ്ണികൾക്കായി തിരച്ചിൽ നടത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവ് തിരുവനന്തപുരം വഴി സംസ്ഥാന അതിർത്തി കടത്തി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി എത്തിച്ചു നൽകുന്നതാണ് കഞ്ചാവ് സംഘത്തിന്റെ രീതി. കഞ്ചാവ് കടത്ത് സംഘത്തിലുൾപ്പെട്ട നിരവധി പേരെ ഡാൻസ് ഓഫും പോലീസും നിരീക്ഷിച്ചു വരികയായിരുന്നു. കഞ്ചാവ് കടത്ത് സംഘത്തിലെ പ്രധാനിയായ നെയ്യാറ്റിൻകര മരുതൂർ സ്വദേശി ശാന്തിഭൂഷൺ കഞ്ചാവ് കടത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധന. തുടർന്നാണ് പ്രതിയെ പൊതിച്ചകരിമം കുളത്തിന് സമീപം വെച്ച് പോലീസ് പിടികൂടിയത്. പ്രതിയുടെ വാഹനത്തിൽ നിന്നും 10 കിലോ കഞ്ചാവ് അന്വേഷണ സംഘം കണ്ടെടുത്തു. ബാലരാമപുരം, നെയ്യാറ്റിൻകര, കാട്ടാക്കട, കോവളം മേഖലയിലെ കഞ്ചാവ് വിൽപ്പനക്കാരിൽ പ്രധാനിയാണ് ശാന്തിഭൂഷൺ. ശാന്തിഭൂഷണിന്റെ കീഴിലുള്ള ഇടനിലക്കാരാണ് ജില്ലയ്ക്ക് പുറത്തേക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളും അതിഥി തൊഴിലാളികളുമാണ് തന്റെ പക്കൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.